ക്രിസ്മസ് വരെ ഇനി അളവ് എടുക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ അങ്ങനെ തീരുമാനം ഉണ്ടോ, ക്രിസ്മസ് കഴിഞ്ഞാൽ ഇനി അച്ഛന്മാരുടെ ലോകയുടെ അളവ് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സാറിനോട് ആരാ പറഞ്ഞത് ക്രിസ്മസ് വരെ അളവ് എടുക്കില്ല? ആരാണ് എനിക്ക് ഇൻഫർമേഷൻ എനിക്ക് വ്യക്തിപരമായിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഉത്തരവ് ഗവൺമെന്റ് ആരാന്ന് വെച്ചാൽ ആരാ ഗവൺമെന്റ്? ഈ പറയുന്ന എല്ലാവരും കൂടി ചേർന്നേക്കണം. ഞാനൊരു വ്യക്തിയെ കാണിക്കാനില്ല. ഇവിടുത്തെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരു ഓഫീസിൽ നിന്ന് ഈ പറഞ്ഞ ബിഷപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് നിങ്ങൾ ബിഷപ്പാന്ന് വേക്കൻസി എനിക്ക് വിഷയമല്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായത് ബോസ്കോ മെത്രാനാണ് ഇവിടെ അളവ് എടുക്കണോ വേണ്ടോന്ന് ഒരു ഈ പറഞ്ഞ പാലക്കാപ്പള്ളി അച്ഛന് ജോഷി അച്ഛനിരിക്കുന്ന മുറി പോയി നിങ്ങൾ അച്ഛന്മാർ പോയി വളരെ മാന്യമായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് വന്നിട്ടുണ്ട്. എത്ര പോലീസുകാരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 കുറയ്ക്കരുത്, 12 പോലീസുകാരുടെ 12 പോലീസുകാരുണ്ട്. 12 പോലീസുകാര് ഈ 12 പോലീസുകാരോട് ഉണ്ടായിട്ട് ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നു പറഞ്ഞ് പോലീസുകാർ വിളിച്ചു വരുത്തി. അവർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്. എന്നിട്ടും അവരെന്തുകൊണ്ട് ഈ ഡോറിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല? അപ്പൊ നിങ്ങളെ കബളിപ്പിച്ചതാണ്. ഇത്രയും പോലീസ് ഫോഴ്സിനെ ഈ സർക്കാരിന്റെ പൈസ ഇത്രയും നിങ്ങൾ വേറെ എന്തോ സ്ഥലങ്ങളിൽ പോയി ഇഷ്ടംപോലെ പണിയില്ലേ, ആ പണി ചെയ്യേണ്ട, ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഈ പോലീസുകാരെ ഇവിടെ വിളിച്ചു വരുത്തി കബളിപ്പിക്കുകയാണ് ഇവര് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പോലീസുകാരെ കണ്ടാൽ ഉറക്കം വരുമോ? മൗണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ലെറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാവുന്ന ഇവിടെ അതിക്രമിച്ച് കയറിയൊന്നും ഇവിടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു ഇവര് ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരാളെയും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ കൂരിയയിൽ കച്ചേരിയിൽ ഇവിടുത്തെ ഓഫീസ് ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് പറയാം. അപ്പോഴാണ് ഗേറ്റിന്റെ കാര്യം വരുള്ളൂ. അപ്പൊ ഈ ഓഫീസ് സംവിധാനത്തിൽ ഈ അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. അവർക്ക് പലതരം ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇവിടെ ഈ ഗേറ്റിൽ കൂടെ കടന്ന്, ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്ന ഈ ഗേറ്റിൽ കൂടെ കടന്ന് ഇതിന്റെ പിന്നിലുള്ള ഈ ഓഫീസിൽ വന്ന് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഉള്ള സ്ഥലമാണ്. അതിന്റെ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആളുകളാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇരിക്കേണ്ടത്. ഇവർക്ക് താഴെ ഓഫീസ് സംവിധാനമുണ്ട്. അവിടെ ഇരുന്ന് ജനത്തെ കണ്ടു ചെയ്യേണ്ടതാണ്. ആരാണ് അവരെ തടഞ്ഞത്? എല്ലാ വാതിലുകളും തുറന്നു കിടക്കാണ്. അവർ ഇന്നത്തെ ഞങ്ങൾ കച്ചേരി പോയി ഈ ഓഫീസിൽ പോയി അന്വേഷിച്ചു. ഈ വാതിൽ അടച്ചേക്കാം, അതിന്റെ താക്കോൽ അവരുടെ കയ്യിലാണ്. ഈ താക്കോൽ ഞങ്ങളുടെ കയ്യിലല്ല. അവർക്ക് ഇറങ്ങിപ്പോ അവിടെ നേരെ താഴേക്ക് ഞങ്ങളോട് പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നത്തെ ദിവസം അവരോട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞിട്ടാണ്? ആര് സഞ്ചാര സ്വാതന്ത്ര്യം പറഞ്ഞിട്ടാണ്? പോലീസ് ഉണ്ടല്ലോ ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് പോകാൻ. ആളുകളൊന്ന് ചോദിച്ചു, ഞങ്ങളുടെ താളുകളിൽ ഗേറ്റിലൊന്ന് ചോദിച്ചു എന്താ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ നടക്കണില്ല. അപ്പൊ അതൊന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങള് കുറച്ച് സമയമായി വാതിലിന്റെ മുമ്പിൽ ഇരിക്കണു അവരെ ഇറങ്ങുമ്പോ അവരെ കാണാൻ വേണ്ടി. പക്ഷെ അവര് ഇറങ്ങണില്ല. ഇനിയിപ്പോ അവർക്ക് ഞങ്ങളെ ഭയപ്പെട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി വിളിച്ചെങ്കിൽ അവരിപ്പോ ഇറങ്ങാലോ. നിങ്ങൾ ഇത്രയും പോലീസുകാരില്ലേ? പക്ഷെ അവര് ഇറങ്ങാനില്ല. പറഞ്ഞ വാക്കിൽ തന്നെ ഉത്തരവുണ്ട്. എപ്പോ സഞ്ചരിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതോട് അത് കറക്റ്റാ. അത് സാറ് പറഞ്ഞ കറക്റ്റാ. മുറിയുടെ അകത്ത് സഞ്ചരിക്കാനില്ല. അങ്ങനെയല്ല എന്റെ സംശയം. ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പൊ ഇവർക്ക് ഇന്ന് സാറിന് വിളിക്കണവരാ തോന്നിയില്ല. ഇപ്പോഴാണല്ലോ അവർ വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ വിളിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കാലത്ത് പോലും വിളിക്കേണ്ടതാണ്. അത് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പാണ് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. ഇല്ല ഞങ്ങളിവിടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു തമാശകളാണ്. ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യരുത് എന്ന് അവരോട് പറയുക. അതെല്ലാരും വിചാരിക്കേണ്ട കാര്യമാണ്. ഞങ്ങള് റെഡിയാണ്. അവരെ കണ്ട് സംസാരിക്കാൻ
നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സാർ വരാന്ന് പറഞ്ഞു. ഇനി ഗേറ്റിൽ നിന്ന് വന്നാൽ എന്നെ ഗേറ്റിൽ വിടണം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ലോക തയ്പ്പിക്കാനായിട്ട് ഞാൻ വരും. പറയണത് എന്റെ അവകാശമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്കെന്ത് അന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞെന്താ സാറെന്ന് പറയുന്നത് അച്ഛന്റെ അളവ് കഴിഞ്ഞ വർഷത്തെ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ അളവ് വെച്ച് ഞാനൊരു എനിക്കത് ഭാഗമായി സാറിടോ എനിക്കത്. അപ്പൊ അതുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം അടുത്ത പ്രാവശ്യം സാറ് കാണിക്കണം. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞത്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടും. അവിടെ നമ്മൾ തടയാനുള്ള കാരണം വെച്ചാൽ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ അതോറിറ്റി വേണം പറയാൻ ഒരാളെ കയറ്റി വിടുന്നത്. പുള്ളിക്ക് പ്രൊട്ടക്ഷൻ ത്രട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കയറ്റി വിടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അല്ല ഈ നമുക്കൊരു ഉത്തരവ് ഞാൻ പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ പേഴ്സണൽ കാര്യത്തിൽ വരുന്നില്ലല്ലോ. നമുക്കൊരു നിയമത്തിന്റെ അധിഷ്ഠമായ നിർദ്ദേശത്തിന് പ്രകാരം വരുന്നതാണ്. അല്ല ഒരു ആരെങ്കിലും കയറി ഇരുന്നിട്ട് ഒരു ഇതിന്റെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞല്ല. ഹൈക്കോടതി നിന്ന് പ്രൊട്ടക്ഷൻ ഉത്തരവുകളാണ്. എപ്പോഴാണോ ഇവിടെ വിളിക്കുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പൊ ഇതില് അതിനകത്തേക്ക് ഒന്ന് വിളിച്ചിട്ട് അവിടെ വരുന്നവരെ എനിക്ക് അതെ സാറേ ചിലപ്പോൾ ജെനുവിനായിട്ട് വരുന്ന അല്ലാതെ അത് ക്ലാരിഫിക്കേണ്ട ജോലിയല്ല വേണ്ട. അത്രേ ഉള്ളൂ. അതിനപ്പുറം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ അതിന്റെ രീതിയിൽ കോടതി പ്രസന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനകത്തേക്കാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് പക്ഷേ ഒരേ വീട്ടിലുള്ള അക്കാര്യത്തിൽ തീരുമാനം നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ പരിവിൽ വരുന്നതല്ല. എന്നിൽ നിക്ഷിപ്തമായ അധികാരം വെച്ചല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ പ്രവർത്തിക്കുന്നത് തന്നെ എന്നിൽ എന്താണ് തന്നേക്കുന്നത് അത് വെച്ച് മാത്രമേ. സാർ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അച്ഛന്റെ കഴിഞ്ഞ വർഷത്തെ അളവ് വെച്ചിട്ട് ലോക തയ്പ്പിക്കണമെന്ന് കുറച്ച് ഒച്ചനാടൊക്കെ ഉണ്ടാക്കിപ്പിക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തിന് നിങ്ങൾ ഉപയോഗിക്കുകയാണ്, പോലീസിനെ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരും ദുരുപയോഗിക്കുകയാണ്. അതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഇവിടെ ഞങ്ങൾ ആരുന്നല്ല. ഇപ്പോഴേ സാർമാര് വന്നിട്ടും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതായിട്ട് ഇവർ കണ്ടില്ല. അതുകൊണ്ട് സാറിപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കണേ. ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിന് തന്നെ തെളിവാണ്. സാർമാർ തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു നിയമപ്രശ്നം കണ്ടിട്ടില്ല എന്നതിന്റെ തെളിവാണത്. സാറ് തന്നെ തെളിവാണ്. ഇവിടെ കാലത്ത് തുടങ്ങി ഇവിടെ 2 പോലീസുകാർ ഇരിപ്പുണ്ടല്ലോ. അവര് കണ്ടോ ആരുടെയെങ്കിലും സഞ്ചാര ഞാൻ പറഞ്ഞു ഇപ്പൊ അച്ഛൻ ചോദിച്ചോളൂ. ഞാൻ പരാതിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അച്ഛൻ. ഞാൻ പറഞ്ഞല്ലോ ആയിക്കോട്ടെ. അല്ല സാറേ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ നിൽക്കുന്നതാണല്ലോ. അപ്പോ ഇപ്പൊ പ്രത്യേകമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നിങ്ങളെ വിളിച്ചു വരുത്തി. നിങ്ങൾ അത് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കും എന്താണ് ഈ കാണുന്ന അച്ഛന്മാരാണോ നിങ്ങളുടെ സ്വാതന്ത്ര്യം? നിങ്ങളോടല്ലേ വിളിച്ചു പറഞ്ഞത്? അവര് ഈ മുറിയിലുണ്ട്. അച്ഛൻ പറഞ്ഞു ആരും വിളിച്ചു വിളിച്ചിരിച്ചത് കണ്ടെത്തി പിടിക്കേണ്ട കാര്യം എന്റെ ജോലിയല്ല. പറഞ്ഞത് ഇവിടെ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരും. ഞങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസ് നിയമപരമായ സർവീസ് ഞങ്ങൾ കൊടുക്കും. ഇവിടെയുള്ളവരെ പോലീസുകാരെ വിളിച്ച് ജോഷി പുതുവയും പാലക്കാപ്പള്ളിയും വരുത്തി. പക്ഷേ പോലീസ് വന്നപ്പോൾ പോലീസിനെ കാണാൻ തയ്യാറല്ല. പോലീസ് തന്നെയും ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. അവർ തന്നെ ഇവിടെ ഈ മുറിയിൽ അടച്ചു പൂട്ടി ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ കള്ളത്തരത്തിൽ തെളിവുണ്ടാക്കാൻ നോക്കുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിയെന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെട്ട് അകത്ത് ഒളിച്ചിരിക്കുന്നതാണ്.